നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ FC ബാഴ്സലോണയുടെ വിജയക്കുതിപ്പ് തുടരുകയാണ്. തുടർച്ചയായ 7ാം മത്സരവും അവർ വിജയിച്ചിരിക്കുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗെറ്റാഫയ്ക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ വിജയിച്ചു കയറിയത്. റോബർട്ട് ലെവൻഡോസ്കി തന്റെ ഗോളടി തുടരുന്നു. അദ്ദേഹം 7ാമത്തെ ഗോളാണ് ഈ സീസണിൽ ഇപ്പോൾ നേടുന്നത്. ആ ഒറ്റ ഗോളിന് ബാഴ്സലോണ വിജയിച്ചു കയറുകയും ചെയ്തു. ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ബാഴ്സയ്ക്ക് വേണ്ടി മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റോബർട്ട് ലെവൻഡോസ്കി, അദ്ദേഹത്തോടൊപ്പം ലാമിൻ യമാൽ, റാഫീഞ്ഞ, ടോറെ എന്നിവരൊക്കെ അണിനിരന്നു. മത്സരത്തിന്റെ 19ാമത്തെ മിനിറ്റിലാണ് ഏക ഗോൾ പിറക്കുന്നത്. ഗോൾ കീപ്പർ തടയാൻ ശ്രമിച്ച പന്താണ്. ആ ലൂസ് ബോളിലേക്ക് ബൗൺസ് ചെയ്തുകൊണ്ട് ലെവൻഡോസ്കി പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. 19ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണ ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. 2ാം പകുതിയിൽ പിന്നീട് ഗോളുകൾ പിറക്കാതെ വന്നതോടെ ബാഴ്സ വിജയിച്ചു കയറുകയായിരുന്നു. അവസാന ഘട്ടത്തിൽ ഗെറ്റാഫയ്ക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ഗോളാക്കി മാറ്റാൻ അവർക്ക് കഴിയാതെ പോയി. എന്തായാലും ഗോൾ കീപ്പർ ഇനാക്കി പെനക്ക് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കളി കഴിഞ്ഞിട്ട് ഹൻസി ഫ്ലിക്ക് പറഞ്ഞത് ഗെറ്റാഫയ്ക്കെതിരെയുള്ള മത്സരങ്ങൾ എപ്പോഴും വളരെ ടഫാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 7 കളികൾ കഴിയുമ്പോൾ 7ഉം വിജയിച്ച് 21 പോയിന്റോടെ ബാഴ്സ 1ാം സ്ഥാനത്താണ്. റയലുമായിട്ടുള്ള അന്തരം 4 പോയിന്റ് ആയിട്ട് തന്നെ തുടരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.